ഈ സായി എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്റ്, അവനവൻ്റെ ഒരു സൈഡിൽ ഇരിക്കുന്ന ഒരു ഏറാൻ മൂളിയുണ്ട്. ഇവനും കൂടെ കഴിഞ്ഞ ദിവസം മൈത്രേനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്ന ഇങ്ങനെ അബദ്ധവശാൽ കാണാനിടയായി. ഇവൻ പറയുന്ന അയാളൊരു കോൺട്രിബ്യൂഷൻ സമൂഹത്തിന് കൊടുക്കത്തില്ലെന്നാ. ഇവനെ പോലെ ഇരുന്ന് ഈ നാട്ടുകാരുടെ പരദൂഷണവും പറഞ്ഞ് കുത്തിത്തിരിപ്പും ഉണ്ടാക്കി അങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞ് അരി മേടിക്കുന്നവനാണോ പിന്നെ ഇവിടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നത്? ഇയാളെന്ന് പറയുന്ന കാര്യങ്ങൾ ഇവനൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ പറയുന്ന പല കാര്യങ്ങളെയും ഇവനെടുത്ത് വെച്ച് റോസ്റ്റ് ചെയ്യുന്ന പോലും അതിനെ വിമർശിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെ തലയ്ക്കകത്ത് ആൾ താമസമില്ല. ഇവൻ ഇത്ര വിവരക്കേടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. വിവരക്കേടാണെന്നറിയാമായിരുന്നു, ഇത്രത്തോളം കടുത്ത വിവരക്കെട്ടവനാണെന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി. അയാൾ പറയുന്ന ഒരു കാര്യം പോലും ഇവന് മനസ്സിലാവുന്നുമില്ല. ഇവനതിനെയൊക്കെ വളച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാം. പിന്നെ മൈത്രേനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും ഒരു കുത്തഴിഞ്ഞതും എന്താ പറയുന്നത് അടുക്കും ചിട്ടയില്ലാത്ത യാതൊരു ഡിസിപ്ലിനും ഇല്ലാത്ത ലൈഫായിരുന്നു എൻ്റേതൊക്കെ. എനിക്കൊക്കെ നല്ലൊരു കുടുംബജീവിതം ഉണ്ടായത് മൈത്രേനെയൊക്കെ കേട്ടു തുടങ്ങിയ പിന്നാണ്. ഞാൻ സാമാന്യം നന്നായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു. ഈ മദ്യപാനശീലം എനിക്ക് പറ്റിയതല്ല എന്ന് കരുതി ഉപേക്ഷിച്ചത്, ഞാൻ നിർത്തിയത് ഈ മൈത്രേനെയൊക്കെ കേട്ടിട്ടാണ്. ഇയാൾ സമൂഹത്തിന് നൽകുന്ന കോൺട്രിബ്യൂഷൻ അല്ലേ ഇതൊക്കെ? ഇവനൊന്നും ഇത് മനസ്സിലാവത്തില്ല. ഇത് പറയുന്നത് മനസ്സിലാവാതെ ഇവൻ ഇരുന്നിട്ട് ഈ കുണുകുണാന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സൈഡിലൊരു ഏറാ മൂളി ഇവൻ പറയുന്നതിനെല്ലാത്തിനും എസ് മൂളാനും അതിന് വിവരം കെട്ടവന്മാരുടെ ഇങ്ങനെയൊക്കെ അയാളെ കേൾക്കാതിരിക്കുക. എന്തിനാ വന്നിട്ട് നിനക്ക് കുറേ ആളിഞ്ഞ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, കുറേ വിവരം കെട്ട ഇരപ്പാളികൾ നിന്നെ കേൾക്കാനും ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് വിവരക്കേട് പറയാതെടാ. ഇങ്ങനെ വന്ന് വിവരക്കേട് പറയാം. നിനക്കൊക്കെ നാണമില്ലേ? ഒരു ഇച്ചിരിയിലും ബുദ്ധിയുണ്ട് നിനക്ക് ഇച്ചിരി ഒരു ഉളുപ്പുണ്ടോടെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് വിവരക്കേട് പറയാം. നിനക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് ഗുണമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. മൈത്രേനൊക്കെ പറയുന്നത് ഒരു ശരാശരി മലയാളിക്കൊക്കെ മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ ഒരു 50 കൊല്ലമൊക്കെ എടുക്കും മനസ്സിലാക്കി വരണമെങ്കിൽ. ചിലപ്പോൾ 100 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഇതിനനുസരിച്ചിട്ടായിരിക്കും ജീവിക്കുന്നത്. അന്നേരം നീയൊന്നും എവിടെയും കാണത്തില്ല. നിന്നെപ്പോലുള്ള ഈ എരപ്പത്തരം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അരി മേടിക്കുന്നെന്ന് പറയുന്ന ആൾക്കാർ. നിനക്ക് എവിടെയും കാണത്തില്ല, ഈ ചരിത്രത്തിൻ്റെ ഭൂപടത്തിൽ എവിടെയും കാണത്തില്ല. പക്ഷേ മൈത്രേനൊക്കെ അടയാളപ്പെടുത്തിയിട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അയാൾ പറയുന്ന കാര്യങ്ങൾ 100 കഴിഞ്ഞാൽ 150 കഴിഞ്ഞാലും 1000 വർഷം കഴിഞ്ഞാലും ആൾക്കാർക്ക് ഗുണമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നീ അത് മനസ്സിലാക്കുക. നിനക്ക് വിവരമില്ല, നിനക്ക് ബോധമില്ല. നീ എന്തു പറയുന്നേ? നീ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളല്ല നിൻ്റെ നീ എന്തു പറയുന്നത്, നിൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സൊന്നും അല്ലെങ്കിൽ ഈ ഇരപ്പാളികൾ നിന്നെ കാണുന്നവന്മാരൊക്കെ ആ നിലവാരമുള്ള അവർക്ക് വേണ്ട നീ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ പൊട്ടനാ. നീ അയാളെയൊക്കെ വിമർശിക്കാൻ നീ മിണ്ടാതിരി. അല്ലെങ്കിൽ നീ അയാൾ പറയുന്നത് ഫിലോസഫി ഒന്നും അല്ല അയാൾ പറയുന്നത് സയൻസ് തന്നെ അയാൾ പറയുന്നത്. അതിലൂടെ എങ്ങനെ മനുഷ്യന് നന്നാവാമെന്ന് അയാൾ പറയുന്നത്. ഇത് പല ആൾക്കാരും പറയുന്നുണ്ട്. മൈത്രേയൻ പറയുന്നത് ലോകത്തിലുള്ള എല്ലാവരും അങ്ങ് ഭോഗിച്ച് നടക്കുക. ഇതൊക്കെ ആരാടാ ഇതൊക്കെ പറഞ്ഞത്? നിനക്കൊക്കെ എങ്ങനെയാണ് അതൊക്കെ മനസ്സിലായത്? പിന്നെ കുടുംബം എല്ലാം അങ്ങ് ഉപേക്ഷിക്കുക. ഇതൊക്കെ കേട്ട് പഠിച്ച് ഞാൻ എൻ്റെ കുടുംബം ഉപേക്ഷിച്ചിട്ടാണ് നടക്കുന്നത്. ഞാൻ കൂടുതൽ കരുതലോടുകൂടി കുടുംബത്തിന് ചേർന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ പറയുന്നത് മനസ്സിലാകുന്നത് കൊണ്ടാണ്. നീ പൊട്ടണം, നിനക്ക് മനസ്സിലാവത്തില്ല. നിനക്ക് ഒരു കാലത്തും നീ മിണ്ടാതിരി, നീ വായടച്ച് മിണ്ടാതിരി. എന്നിട്ട് വല്ല ഉപ്പത്തൊട്ടിലും കിടക്കുന്ന വാർത്തയൊക്കെ എടുത്ത് വെച്ചിട്ട് നീ അയക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കാതെ. നീ ശുദ്ധ വിവരക്കേടാണ്. നീ എൻ്റെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നാറിക്കൊന്ന് ഷെയർ ചെയ്തു. അത്ര ശുദ്ധ വിവരക്കേടാണ് നീ.